എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിലും ഈ അവിയൽ വെച്ച ഒരു തവണ പോലും എനിക്ക് നേരെ ആയിട്ടില്ല. പക്ഷേ ഈ റീസെൻ്റായിട്ട് ഞാൻ അടിപൊളിയായിട്ട് അവിയൽ വെക്കാൻ പഠിച്ചു കേട്ടോ. ദാ ഈ കാണുന്ന പച്ചക്കറികൾ, കുറച്ച് ക്യാരറ്റ്, പൊട്ടറ്റോ, വഴുതനങ്ങ, ഒരു മറ്റേ എന്താ പറയുക പച്ചക്ക, മറ്റേ ചുമന്ന ബ്രിഞ്ചോൾ, കുറച്ച് മത്തങ്ങ, പച്ചമുളക്, ബാക്കി കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇട്ടോ. ഒരു പൊട്ടറ്റോ ഒക്കെ ഇടണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ചേമ്പും കിഴങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടുന്നുണ്ടേ. ഇടയ്ക്ക് വെച്ചല്ല, ഇങ്ങനെ ആദ്യം തന്നെ ഇടുക. ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളവും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഈ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞളേ ഇടുന്നുള്ളൂ. ഇച്ചിരി മഞ്ഞൾ ഞാൻ അരപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇടുക. തിളച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് ഇച്ചിരി നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പം നല്ല കഷ്ണങ്ങൾ ഒരുപാട് ഉടയത്തുമില്ല, കറക്റ്റായിട്ട് വെന്ത് പാകത്തിന് കിട്ടും കേട്ടോ. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഈ അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ച് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പും വളരെ സിമ്പിൾ അരപ്പുകളാണ്. ഇവിടെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, കുറച്ച് കാന്താരി മുളക്, തേങ്ങ, പിന്നെ നമ്മുടെ എന്താ പറയുക കറിവേപ്പില ചതച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അവസാനവും നമ്മൾ കറിവേപ്പില തൂകും, പക്ഷേ ചതച്ച് ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതാ നോക്കി, ഇതാട്ടോ ചേമ്പും കിഴങ്ങ് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു. ഈ ചേമ്പും കിഴങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അതിനകത്ത് അവിയലിനകത്തോട്ട് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ മൊത്തത്തിൽ പറ്റിയിട്ടുമില്ല. കഷ്ണങ്ങളെല്ലാം ഒരുവിധം ഒരു 1/4 വേവ് ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് കൊട്ടിയിട്ട് ഒരു സ്പൂൺ, ഒരു നല്ലൊരു വലിയ ടേബിൾ സ്പൂൺ പുളി ഇല്ലാതിരുന്നാൽ നല്ലത്, പുളി ഇല്ലാത്ത കട്ട തൈര് ഒരു സ്പൂൺ ഇടുക. കുറച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് ഒഴിച്ചിട്ട് ഇത് അനക്കാതെ, ഇളക്കൊന്നും വേണ്ട, എന്നിട്ട് അങ്ങ് അടച്ചു വയ്ക്കുക. അപ്പം ആ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ അരപ്പും വേവും എല്ലാം സെറ്റാവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതൊന്ന് ഇളക്കി യോജിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുവേ. അങ്ങ് ഫുള്ള് ഡ്രൈ ആയിട്ട് ഇളക്കാൻ നിൽക്കേണ്ട, ഒരു ചെറിയ ഒരു ഈർപ്പമുള്ളപ്പം ഒന്ന് ഇളക്കിയാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഓണത്തിനും സദ്യയ്ക്കും അല്ലാതെയും ഒക്കെ അവിയൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ സെറ്റല്ലേ?